भैया ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള റീൽസ് എന്ന് പ്രതീക്ഷിച്ച് പരമ്പരാഗതമായിട്ട് കണ്ടുവരുന്ന കുറച്ച് റീൽസ് വീഡിയോസ് ആണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ തവണത്തെ റീൽസ് വീഡിയോയുടെ താഴെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഈ കണ്ടവരെ തന്നെ കണ്ടും എടുത്തു പുതിയ കുറച്ച് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീൽസ് വീഡിയോയ്ക്കകത്ത് കുറച്ച് പുതുമുഖങ്ങളൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ അധികം നേരം നിന്ന് നിങ്ങളെ താളം അടിച്ച് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. കൊള്ളാം. ഇപ്പൊ റീൽസ് ഓളുകൾ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ട്, സൂപ്പർ മാർക്കറ്റിലോട്ട് ചെല്ലും, എന്നിട്ട് ഒരു കൂടെ അച്ചാറും വാങ്ങിക്കും. അത് കഴിഞ്ഞിട്ട് ദേ ഇങ്ങനെ റീൽസ് ഓളുകളെ കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ നിറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അവിടെ സാധനം വാങ്ങിക്കാൻ ചെല്ലുന്ന ഒരു സാധാരണക്കാരന്റെ അവസ്ഥ ദേ ഇതായിരിക്കും. ഇളം പൂങ്കാറ്റിനോടും കിളികളോടും കഥ. ഇത് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു കാണുമായിരിക്കും ഇത് സൂപ്പർ മാർക്കറ്റിൽ മാത്രമല്ലേ ഉള്ളെന്ന്. ഇതിപ്പോ സൂപ്പർ മാർക്കറ്റിൽ ട്രോളി അടിച്ചുകൊണ്ട് പോയിട്ട് കാണിക്കുന്ന വെളിത്തരം. ഇത് സൂപ്പർ മാർക്കറ്റിൽ മാത്രമല്ല, ഇതിന്റെ തന്നെ ഇതിലും കുറച്ചുകൂടെ വികൃതമായിട്ടുള്ള പല വെർഷൻസും ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്ക്. റെയിൽവേ സ്റ്റേഷനകത്ത് നിന്ന് ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഈ കലാപരിപാടി. അത് നിങ്ങളൊന്ന് ഓർക്കണം. അപാര തൊലിക്കെട്ട് തന്നെ, കോൺഫിഡൻസ് ലെവൽ. ഇതിപ്പോ ട്രെയിനിന് പുറത്തുള്ളത്, ഇനി ട്രെയിൻ അകത്ത് കയറിയിട്ടുള്ള വെറൈറ്റി സാധനം വേറെ ഉണ്ട്. അതൊന്നും കണ്ടു നോക്ക്. കൊള്ളാം. എവിടെ കയറിയാലും സ്റ്റെപ്പിനൊരു മാറ്റമില്ല കേട്ടോ, സെയിം സ്റ്റെപ്പ് തന്നെയാണ് എല്ലാവരും കളിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് കുറച്ചെങ്കിലും വ്യത്യസ്തത കൊണ്ടുവന്നിട്ട് ഒരു മിസ്റ്റർ ബീൻ എഡിഷൻ ഒരാൾ ഇറക്കിയിട്ടുണ്ട്. നമുക്ക് അതൊന്നും കണ്ടു നോക്കാം. കൊള്ളാം, മനോഹരമായിട്ടുണ്ട്. അപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് മനുഷ്യന്മാരുടെ നാച്ചയല്ലേ, ഇനി ആടുകളുടെ ഒരു വെറൈറ്റി സാധനമുണ്ട്. അതൊന്നും കണ്ടു നോക്കാം. അപ്പൊ ഇതാണ് ആടുകളുടെ സാധനം. അപ്പൊ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി നാച്ചനെ മലയാളി വൽക്കരിച്ച ഒരു സാധനമുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്ക്, ഇഷ്ടപ്പെട്ടോന്ന് പറ. ചേട്ടാ ഇതൊക്കെ എങ്ങനെയാണോ ഇത്ര കറക്റ്റ് ആയിട്ട് സിങ്ക് ആകുന്ന രീതിക്ക് കണ്ടുപിടിക്കുന്നേ? അതുകൊള്ള. എന്തായാലും ഇത് റീൽസിനകത്തുള്ള നാച്ചയുടെ റീൽസ് ഓളുകളുടെ സ്റ്റെപ്പിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് അടിക്കാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് ലൈക്ക് അടിക്ക്. എന്തായാലും നാച്ചൻ ഞാൻ കാണിച്ച് നിങ്ങളെ വെറുപ്പിച്ചെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ റീൽസ് മുഴുവൻ നാച്ച കൊണ്ട് അഭിഷേകമായിരുന്നു. അവിടെ കണ്ടുതന്നെ നിങ്ങൾ വെറുത്ത് കാണുമായിരിക്കും. അപ്പൊ എന്തായാലും ഇനി നമുക്ക് വേറൊരു ഐറ്റം കണ്ടു നോക്കാം. ഞാൻ ഇത് തന്നെയാണല്ലോ സ്ഥിരം കാണിക്കുന്നത്, തന്റെ വേറൊന്നും ഇല്ലേ? ഈ രണ്ട് സാധനം അല്ലാതെ വേറെന്തെങ്കിലും മോളുടെ കയ്യിലുണ്ടോ? അവിടെ തന്നെ ഇരുന്നോട്ടെ, ഒന്നും പുറത്തോട്ട് എടുക്കണ്ട. അവിടെ ഇരുന്നോട്ടെ. ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല. പുതിയ എന്തെങ്കിലും സ്റ്റെപ്പ് കിട്ടുവാണെങ്കിൽ ഒന്ന് അറിയിക്കണേ, എന്നിട്ട് അതും കൊണ്ട് വരണം. ഈ നാക്കും കൊണ്ടുള്ള ഐറ്റം അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്കിനി ഒരു പുതുമുഖത്തെ കാണാം. പറ്റിച്ചോണ്ടാണല്ലോ സാറേ തുടക്കം തന്നെ. അവിടെ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് അവിടെ ഇരുന്ന ആളുടെ വായി തന്നെ കൊണ്ടുവിടാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ, അത് നിങ്ങളാരും കാണാതെ പോരും. ഇതിലൊരൊറ്റ കാര്യം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ, ആ ഇരുന്നയാള് നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിനോട് എങ്ങനെ പ്രതികരിച്ചേനെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യുക. കാരണം റീൽസ് ആണോ റിയാലിറ്റി എന്നൊന്നറിയാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഞാൻ കുറെ ആയിട്ട് ശ്രദ്ധിക്കുകയാണ്, ഈ റീൽസ് ഓടുകൾക്ക് എല്ലാവർക്കും വളിയോടൊരു പ്രത്യേക താല്പര്യമുണ്ട്. ഞാൻ കുറച്ചെണ്ണം ഒന്ന് കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കും. വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള സാധനം ഒന്ന് കണ്ടു നോക്കും. ഇത് സെയിം കോൺസെപ്റ്റാ, പക്ഷെ ആള് മാറിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഒരു കണക്കിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നുള്ള ഒരവസ്ഥയെ കൊണ്ടെങ്കിൽ നിർത്തിയിട്ട് വായിലോട്ട് വിട്ടുകൊടുക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട്. അതൊന്ന് കണ്ടു നോക്ക്.
എന്തായാലും സ്നേഹമുള്ളവനാ. ആദ്യമേ തന്നെ മാസ്ക് ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാർക്ക് മാസ്ക് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്താ അവന്റെ ഉദ്ദേശം നമുക്ക് നോക്കാം. അപ്പൊ ഇതുകൊണ്ട് എന്ത് നിങ്ങൾക്ക് മനസ്സിലായി? വാട്ട് ഈസ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി? കൊറോണ വരാതിരിക്കാൻ മാത്രമല്ല ആൾക്കാർ മാസ്ക് ഉപയോഗിക്കുന്നു. ഇങ്ങനെ പല ഉപകാരമുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു മാസ്ക് നീട്ടിയാ വേണ്ടാന്ന് പറയരുത്. ആഫ്റ്റർ എഫക്ട്സ് വളരെ കൂടുതലായിരിക്കും. ഇതിപ്പോ മിങ്കിൾ ആയിട്ടുള്ളത്, ഇനി സിംഗിൾ ആയിട്ടുള്ള സാധനമുണ്ട്, അതൊന്നും കണ്ടു നോക്ക്. എന്തായാലും ഇത് പിന്നെ സഹിക്കാം. ഇത് പിന്നെ ആരുടെയും വായിലല്ലല്ലോ കൊണ്ട് വിട്ടു കൊടുക്കുന്നു, ഒറ്റയ്ക്ക് നിന്നിട്ടാണല്ലോ. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ റീൽസിലുള്ളവർക്ക് ഇതിനോട് ഭയങ്കര താല്പര്യമാണ്. എന്താ അതിന്റെ കാരണം എന്ന് എനിക്കറിയത്തില്ല. ഈ വളിയുടെ സാധനമാണ്, വളിയുടെ പേട്ടയാണ്. ഇതൊക്കെ എന്ത് കോൺസെപ്റ്റ് വെച്ച് ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആണ്. അയ്യോ, ഇതിനകത്ത് ഒന്നുമില്ലല്ലോ, പറ്റിച്ചോ നമ്മളെ. അത് ശരി, അതിനകത്ത് എന്താ ഉള്ളതെന്ന് നീ നോക്കി ഇപ്പൊ കണ്ടില്ലേ മോനെ? നൈസായിട്ട് തന്തക്കല്ലേ വിളിച്ചത് അല്ലേ? അതെ അതെ അതെ, തന്തയ്ക്ക് തന്നെയാ വിളിച്ചത്. ഒരു കുഴപ്പമില്ല. സന്തോഷം മാത്രമേ ഉള്ളൂ, സന്തോഷം മാത്രമേ ഉള്ളൂ. ചോദിച്ചു വാങ്ങിച്ചതല്ലേ, കുഴപ്പമില്ല കേട്ടോ. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? അതെ, ഞാൻ തേങ്ങ കൊടുത്തപ്പോഴേ ഒരു പീസ് വെള്ളത്തിൽ പോയതാണ്. കാവടി കളിച്ചു പോയ ആളാ. ഇപ്പൊ കണ്ടില്ലേ ട്രാജഡി ആയിട്ട് കിടക്കുന്നത്. ഏതായാലും മഞ്ഞിന്റെ പുറത്തോട്ട് വീണുകൊണ്ട് പൊടിയും തട്ടി ഏറ്റു പോകാൻ ഞാൻ പറയുന്നില്ല. ഇതും കൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് നിർത്തും. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോക്കകത്ത് ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. കമന്റ്സ് എല്ലാം ഞാൻ റീഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ കുറച്ചായിട്ട് ലൈക്കും ഹാർട്ടും തരാത്ത വേറെ ഒന്നും കൊണ്ടല്ല, ഫോണ് ചെറിയ രീതിയിൽ ഒരു പണിമുടക്കാണ്. അപ്പൊ ഞാൻ കുറെ ലൈക്കും ഹാർട്ടും കൊടുത്തിട്ട് വീണ്ടും ഞാൻ റിഫ്രഷ് ചെയ്യുമ്പോഴത്തേക്കും അതൊന്നും അവിടെ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാത്തത്. എന്നാലും ഞാൻ മാക്സിമം ആദ്യം വരുന്ന കമന്റ്സിനൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ഇതുപോലത്തെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ടും ചെക്കൗട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ടന്റ്സ് എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്നുണ്ട് ഉറപ്പായിട്ടും വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.